ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ വീഡിയോ ചെയ്യാത്തത് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് കണ്ടിന്യൂസ് ആയി വീഡിയോസ് ഇടാൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് ഞാൻ ചെയ്തിരുന്ന ഒട്ടുമിക്ക എല്ലാ വീഡിയോസുകളും പഴയ ഒരു കാണാപ്പാഠം പഠിക്കാവുന്ന രീതിയിലുള്ള വീഡിയോസുകളും അതുപോലെ തന്നെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഓഡിയോ ക്ലാസ്സുകൾ മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഞാനൊരു സമയത്ത് അത്രത്തൊന്നും ആൾക്കാർ ഉണ്ടായിരുന്നില്ല. 2016-17 സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് യൂട്യൂബിൽ ഇത്രയും വീഡിയോ ഇടുന്ന ചാനലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കോമ്പറ്റീഷൻ നല്ലോണം കൂടിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, എൻ്റെ ചാനൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. കാരണം അവരുടെ കുറേ മെസ്സേജുകളും കമൻറ്റുകളൊക്കെ ഉണ്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം ക്ലിയർ ആയിട്ടായിരുന്നു ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഏതൊരു ക്ലാസ് ചെയ്യുമ്പോഴും അത് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒട്ടുമിക്ക എല്ലാ പോർഷനുകളും എല്ലാ പോയിന്റുകളും പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പോയിട്ടാകുമ്പോൾ അവരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ പഴയ വീഡിയോസിലൊന്നും എൻ്റെ ഫേസ് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഫേസ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ വീഡിയോ ഇനി ചെയ്തു തുടങ്ങുന്നുണ്ട്. കുറച്ചുകൂടി സമയമെടുക്കും. കാരണം അതിന് വീഡിയോ ചെയ്യുമ്പോൾ ഇനി ടെക്സ്റ്റും ഇമേജസുകളും ഒക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് ആഗ്രഹം. അതിന് മുമ്പായിട്ട് ഇപ്പം നിങ്ങൾക്കറിയാം, കോമ്പറ്റീഷൻ ഒരുപാടുണ്ട്. അപ്പം എല്ലാവരും ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള കാര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പം തുടങ്ങി വെച്ചൊരു കാര്യം, കുറച്ചായി തുടങ്ങിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജി കെ പി എസ് സി ഓൺലൈൻ എക്സാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ജി കെ പി എസ് സി ഓൺലൈൻ റാങ്ക് ഫയൽ. ഈ രണ്ട് ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ നിലവിൽ ഓൺലൈൻ എക്സാമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. എൻ്റെ അതിലുണ്ടാവാത്തൊരു ഓപ്ഷനായിരുന്നു കറണ്ട് അഫെയർ. നിലവിൽ ഇപ്പോഴും ഞാൻ കറണ്ട് അഫെയർ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മാസങ്ങളും 2024 ഒട്ടുമിക്ക എല്ലാ മാസങ്ങളിലും കറണ്ട് അഫെയർ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിപ്പോൾ നമുക്കൊരു 1000 ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമൊന്നുള്ള കാര്യമല്ല. പക്ഷേങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ഈ 4 ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒട്ടുമിക്ക എല്ലാവിധ ചോദ്യങ്ങളിലും നൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ ഓപ്ഷനായിട്ട് നൺ ഓഫ് ദിസ് ആണ് കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നോർമലായിട്ട് കൊടുക്കാറുണ്ട്. അത് നല്ല ഓപ്ഷൻസ് തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൃത്യമായിട്ട് എൻ്റെ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് വെക്കാറുണ്ട്. അവർ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എത്ര ശരിയാവുന്നുണ്ട്, ഏതൊക്കെ സമയങ്ങളിലാണെന്ന്. അപ്പം ചില ആൾക്കാർ രാത്രി 11:45 12 മണിക്കൊക്കെ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ രാവിലെ അധികം പോലെ ചെയ്യും. പ്രത്യേകിച്ച് കറണ്ട് അഫെയറൊക്കെ പഠിക്കുന്ന ആൾക്കാർ നമുക്കതിൽ കാണാം. ടോപ്പ് കാറ്റഗറി അല്ലെങ്കിൽ സ്ട്രോങ് കാറ്റഗറി, വീക്ക് കാറ്റഗറി എന്നിട്ട് അതിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ പറഞ്ഞ ആൾക്കാർ രാവിലെ 4:30-5 മണിക്കൊക്കെ ഈ കറണ്ട് അഫെയർ ചെയ്യുന്നുണ്ട്. അതും ഒരുപാട് കറണ്ട് അഫെയർ മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾക്ക് തന്നെ അറിയാം, ഞാൻ എൻ്റെ ഈ ആപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസാണ് കൊടുക്കുന്നത്. അതായത് ഒരാൾ ഒരു ലെവൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ചില ഇംഗ്ലീഷ് ഗ്രാമർ പോലുള്ള സംഭവങ്ങളിൽ 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഗ്രാമറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഭയങ്കര ടഫാണെങ്കിൽ അതും 10 ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പം ഇത്ര ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. നിങ്ങൾക്കിപ്പം നമ്മുടെ യൂട്യൂബ് വീഡിയോ ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ വേണ്ടി പറ്റും, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എൻ്റെ ആപ്ലിക്കേഷൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ പോവുക. അവിടെ നിങ്ങൾ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാവുന്നതാണ്. ഇപ്പം നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഓപ്ഷൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് 5ാം ക്ലാസ് ഓപ്പൺ ചെയ്യാം. അതിൽ അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ 10ാം ക്ലാസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രം പാർട്ട് 1, പാർട്ട് 2, അത് കഴിഞ്ഞാൽ ജീവശാസ്ത്രം, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്ത കാര്യം ഇംഗ്ലീഷില്ല, മലയാളമില്ല. ഓക്കെ, അതുപോലെ തന്നെ IT പ്രത്യേക സബ്ജക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഒട്ടുമിക്ക സാമൂഹ്യശാസ്ത്രം പാർട്ട് 1, 2, ജീവശാസ്ത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഫിസിക്സിൻ്റെ ഓപ്ഷൻസാണ് ആഡ് ചെയ്യുന്നത്. 5ാം ക്ലാസ് പറയുമ്പോൾ 2ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 6, 7, 8, 9 തുടങ്ങിയിട്ടുള്ള പാഠങ്ങൾക്കാണ് ഓപ്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഏതൊക്കെ ഓപ്ഷൻസിനാണ്, ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഒരു പരിധി, അതായത് ഈ പറയുന്ന 10ാം ക്ലാസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്താൽ +1 +2ൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്കറിയാം NCERT ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് നമ്മുടെ PSC പരീക്ഷയിൽ. പ്രത്യേകിച്ച് ഭരണഘടനയൊക്കെ ചോദിച്ചിട്ടുള്ളത് +1ൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒക്കെ NCERT ബുക്സിൽ നിന്നാണ്. അപ്പം അതും കൂടി +1ഉം +2ഉം കൂടി ഉൾപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, 2 ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കൊടുക്കാം.
മെയിനായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് GKPSC ഓൺലൈൻ എക്സാമാണ്, അതെടുത്ത് വെക്കുക. അതുപോലെ തന്നെ SCRT കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറണ്ട് അഫെയറും ചെയ്യുന്നുണ്ട്. കറണ്ട് അഫെയർ 2 രീതിയിലാണ്. ഒന്ന് കറണ്ട് അഫെയർ മാസാന്തരം, അതായത് എല്ലാ മാസത്തിൻ്റെ അവസാനം ആ മാസത്തിലെ മൊത്തം ക്വസ്റ്റ്യൻസും അതിൽ കൊടുക്കുന്നതാണ്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫെയർ ടോപ്പിക്ക്. ഇപ്പം നിങ്ങൾക്കറിയാം ഒളിമ്പിക്സ്, അതുപോലെ തന്നെ മറ്റ് അവാർഡുകൾ, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഹോട്ട് ടോപ്പിക്സ്. ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ചന്ദ്രയാൻ 3 ഒക്കെ ഏറ്റവും മുമ്പ് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അത്രയും കാര്യങ്ങളൊക്കെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ കറണ്ട് അഫെയർ ഉണ്ട്. അപ്പം നിങ്ങൾ എടുത്തു നോക്കുക. ഇത് വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എൻ്റെ മുമ്പ് ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ വെറുതെ തമാശക്കായിട്ട് ഒരു വീഡിയോ ചെയ്യാറില്ല. കൃത്യമായിട്ട് ആൾക്കാർക്ക് വേണ്ടതെന്നാണ് അത് കാര്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് എനിക്ക് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും മറ്റുള്ളവർക്ക് ഉപകരിക്കണം, വെറുതെ ആവരുന്ന രീതിയിലാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. ഈ പറഞ്ഞ ഓപ്ഷൻസ് കൊടുക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് തട്ടിക്കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേങ്കിൽ ഞാൻ കൃത്യമായിട്ടും എന്താ പറയുക, കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഓപ്ഷൻസിനാണ് കൊടുക്കാറുള്ളത്. ഇതിന് ശേഷം ഞാൻ എൻ്റെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലാതെ NCERT പോർഷനിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പാഠഭാഗങ്ങളാണ് കൊടുക്കുന്നത്, അത് കൃത്യമായിട്ട് എന്താ പറയുക ഉപയോഗിക്കുക. നിലവിൽ ഭരണഘടനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോർ തന്നെ ഈ ആപ്ലിക്കേഷനെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യും. അതിലൂടെ ചെറിയൊരു വരുമാനം എനിക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നിലവിൽ ഞാൻ ഒറ്റക്കായി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ്റനൻസിന് കൂടുതൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ള വർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം സാമ്പത്തികപരമായിട്ടൊരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് റിപ്പോർട്ട് ക്വസ്റ്റ്യൻ എന്ന ഓപ്ഷനിലൂടെയും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങളുടെ ജോലി എളുപ്പം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.